ഹായ് എവരിവൺ, ശിവദം ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ്സിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും റെസനേറ്റ് ആവണമെന്നില്ല. പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങൾ എടുക്കുക. ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. ഇന്നത്തെ ടോപ്പിക്ക്, നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ട് റിലേഷൻഷിപ്പിൽ നിന്ന് ആക്ഷൻ എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ അവരുടെ എനർജി വന്നൊരു നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജി. അപ്പം ഈ വ്യക്തി മുന്നോട്ടേക്ക് പോകണം എന്ന് വിചാരിക്കുന്നതിനനുസരിച്ച് ഈ വ്യക്തിക്ക് ജീവിത സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരെ ചുറ്റിപ്പറ്റി വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. വരണം എന്നുള്ള ഒരുപാട് ആഗ്രഹമുള്ള വ്യക്തിയാണ്, നിങ്ങളിലേക്ക് തന്നെ വരണം, അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പോടും കൂടി ഇരിക്കുന്ന വ്യക്തിയെയാണ് കാണുന്നത്. പക്ഷേ അവർക്ക് അവരുടെ ഇവിടെ കാണുന്ന ഇത്രയും മലയും കുന്നും ഒക്കെ ചാടിക്കടന്ന് വേണം നിങ്ങളിലേക്ക് എത്താൻ. അപ്പോൾ അത്രയും ഒരു എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ ഈ വ്യക്തിയിൽ ഉള്ളതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാൻ സാധിക്കാത്തത്. ഇവിടെ വന്നിട്ടുള്ള സോഡിയക് സൈൻസ് ആണ് സാജിറ്റേറിയസ്, അക്വേറിയസ്, ഏരിയസ് എയർ എനർജി, പൈസിസ്, ലിബ്ര, ജെമിനി, ലിബ്ര, അക്വേറിയസ്, ധനു, കുംഭം, മേടം, മിഥുനം, തുലാം, കുംഭമീനം, തുലാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണുന്നത് ഈ വ്യക്തി കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും. കുറേ സ്ഥലങ്ങളിലായിരിക്കും താമസിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് ദൂര സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്താ ഇഷ്യൂ ഒക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ്. പോരാത്തതിന് ഈ വ്യക്തി കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ്. അതുപോരാത്തതിന് ഈ വ്യക്തി ആകെ വിഷമിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ വ്യക്തി ചിന്തിച്ചിരിക്കുന്നതായിരിക്കണം. എന്തൊക്കെയോ കാര്യങ്ങൾ ജീവിതത്തിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ജീവിതത്തിലെ പല ജീവിത സാഹചര്യങ്ങൾ, ചിലപ്പോൾ അത് ജോലി സംബന്ധമാകാം, ചിലപ്പോൾ സാമ്പത്തികമാകാം, അല്ലെങ്കിൽ ഫാമിലി പരമാകാം. അത്തരം കാര്യങ്ങൾ അവരെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷവും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ നിങ്ങളുമൊത്തുള്ള ഒരു സന്തോഷമുള്ള കുടുംബജീവിതം, നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി അവർ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് പല കഴിവുകളുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കാനും മുന്നോട്ടേക്ക് പോകാനുള്ള കഴിവുള്ള വ്യക്തികൾ, ചിലപ്പോൾ നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും. കൂടുതലായിട്ട് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ള വ്യക്തികളായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവർ നിങ്ങളെ പ്രതീക്ഷിച്ച് നിങ്ങളെ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാകാം. നിങ്ങളെപ്പോൾ വരും എന്നുള്ള, നിങ്ങളിലേക്ക് എപ്പോൾ വരാൻ സാധിക്കും, ആ ഒരു ചിന്തയായിട്ടിരിക്കുന്ന വ്യക്തിനെ ഇവിടെ കാണുന്നത്. അവർ ഒരുപാട് രാത്രി ഉറക്കം വരെ നഷ്ടപ്പെട്ടൊരവസ്ഥയാണ്. അവർക്ക് ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളാകാം ചിലപ്പോൾ, അല്ലെങ്കിൽ സാമ്പത്തികം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു എംപററിൻ്റെ എനർജി ഉണ്ട്. ആ എംപററിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ആ വ്യക്തി അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ്. അത്രയും ഒരു എല്ലാ കാര്യത്തിനും മതിയായൊരു വ്യക്തിയാണ്. ചിലപ്പോൾ അത് എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയൊരു പദവിയിലിരിക്കുന്ന വ്യക്തി, മറ്റുള്ളവരെയൊക്കെ ഒരു അടക്കി ഭരിക്കാൻ കഴിവുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഉയർന്ന ജോലി ഉദ്യോഗസ്ഥനോ, അല്ലെങ്കിൽ ഓഫീസിൽ വലിയ ബോസോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിട്ട് അവിടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല ഈഗോ ഉള്ള വ്യക്തി കൂടിയാണ്. അത് ചിലപ്പോൾ ദൂര സ്ഥലത്തായിരിക്കും ജോലി ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെ കുറേ അധികം നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ലാത്തത്, ചിലപ്പോൾ വരാനൊന്നും സാധിക്കാതെ അതുകൊണ്ടായിരിക്കും. പക്ഷെ അവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സന്തോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷമുള്ള ഒരു ജീവിതത്തിലേക്ക് കടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ടൊക്കെയാണ് ഇവിടെ മനസ്സിലാകുന്നത്. അവർക്ക് രാത്രി ഉറക്കം വരെയില്ല, വളരെ വിഷമത്തിലിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ഈഗോയിസ്റ്റിക്കായ ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ ഒരു സാമ്പത്തിക നല്ലുള്ള വ്യക്തികളായിരിക്കും. ചിലപ്പം ഒരുപാട് ഒരു നല്ല സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട വ്യക്തികളായിരിക്കും, ജോലിയില്ലെങ്കിലും. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. കിങ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നത്.
ഇവിടെ കാണുന്നത് ഈ വ്യക്തി പാസ്റ്റ് ആലോചിച്ചിരിക്കുന്നവർ കാണുന്നത്. അപ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പം എങ്ങനെ ഇതിൽ നിന്ന് മാറി മുന്നോട്ട് പോയി ആക്ഷൻ എടുക്കുക എങ്ങനെയാണെന്ന് ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പല കാര്യങ്ങൾ കഴിഞ്ഞ ഈ മുമ്പേ ജീവിച്ച കാര്യങ്ങൾ എല്ലാം അവർ സന്തോഷിക്കത്തക്കതായ കാര്യങ്ങൾ, അതാണ് ഒരു 9 ഓഫ് കപ്പിൻ്റെ ജീവിതത്തിൽ സന്തോഷിക്കത്തക്കതായ പല കാര്യങ്ങളും. പിന്നെ ഏതൊക്കെ രീതിയിലാണ് നിങ്ങളുമൊത്തുള്ള ജീവിതത്തിൽ സന്തോഷമുണ്ടായത്, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷം ഇനി തിരിച്ച് കിട്ടുമോ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ അവിടെ അതിന് വിപരീതമായി വന്നത് ഒരു ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റീവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അവരെ ഈ മുന്നോട്ടേക്ക് വരുന്ന വഴി തടഞ്ഞു വെച്ച് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാതിരിക്കാനുള്ള വഴി ഏതോ ഒരു രീതിയിൽ അവരെ ബാധിച്ചൊരു നെഗറ്റീവായ കാര്യം അവരെ ബാധിച്ചതായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് സന്തോഷമുള്ള ജീവിതം, സന്തോഷമുള്ള ഒരു കുടുംബങ്ങളെ നേരിട്ട് കാണുന്നതിനുണ്ട്. അപ്പം ആ ഒരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് ഈ വ്യക്തിക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അതിലേക്ക് വരാൻ സാധിക്കുന്നില്ല. ഈ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ദൃഷ്ടിയിൽപ്പെട്ട ഒരവസ്ഥ. അപ്പോൾ അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് അവർക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ടുള്ള സന്തോഷകരമായ ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കാത്തത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് സന്തോഷമുള്ള ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ദുഃഖത്തിലാണ്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവമുള്ളൂ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്. ഈ വ്യക്തിക്ക് മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷേ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ആ സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയാത്തത്. ജീവിതത്തിൽ ഒരുപാട് സന്തോഷം സമാധാനം കിട്ടേണ്ട ജീവിതത്തിൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ദുഃഖം വരുന്നു, അത് ഓർത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരത്രയും എപ്പോഴും സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും സന്തോഷിച്ചിരിക്കണം, എല്ലാവരുമായി ഒരു സന്തോഷമുള്ള ജീവിതം വേണം. എന്താ പറയുക, ഒരു നല്ല ഒരു ഫാമിലി ഉള്ള വ്യക്തികളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോ എംബ്രറിൻ്റെ എനർജി കൂടെ വന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന നല്ല ജീവിതം വേണം, കുടുംബം വേണം. പക്ഷെ അവരെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഈ ബ്ലാക്ക് മാജിക് എഫക്റ്റീവ് അവർ ജീവിക്കുന്ന ആഗ്രഹത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല, അതിന് തടസ്സം നിൽക്കുന്നു. അതുകൊണ്ട് അവർ ഒരുപാട് ദുഃഖിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് അത് നെഗറ്റീവ് എനർജിയാണ് ഏത് രീതിയിലും സംഭവിക്കുക. അപ്പോൾ അത്തരം ഒരു എനർജി അവരുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവരെ തടഞ്ഞു നിർത്തുന്ന ഏതോ ഒരു തരം നെഗറ്റീവ് എനർജി ഏത് രീതിയിലായാലും അതാണ് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതത്തിലേക്ക് മുന്നോട്ട്. പക്ഷെ അവർ ഒരുപാട് മുന്നോട്ടേക്കുള്ള ജീവിതത്തിന് വേണ്ടി ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിനെ ഇവിടെ കാണുന്നത്. പല പ്രതീക്ഷകളുമായിട്ടിരിക്കുന്ന ഒരു രാജാവ്. അപ്പം ഈ രാജാവിൻ്റെ ഒരു എനർജി തന്നെയാണ്. അപ്പോൾ കിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് നിങ്ങളെ ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ ദുഃഖവുമുണ്ട്. കാരണം സന്തോഷം വരുന്നത് നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് എത്ര സന്തോഷകരമായി ജീവിച്ചിരുന്നു എന്നാലോചിച്ച് സന്തോഷം. പക്ഷേ ഇപ്പോൾ ഈ രീതിയിൽ നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ അതിൻ്റെ സമയങ്ങളൊക്കെ എന്നാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ടെൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ്, ഒരു 2 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. അപ്പോൾ ഈ വ്യക്തി സന്തോഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തി സന്തോഷമുള്ള ഒരു കുടുംബജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരെ ഒരു ദൃഷ്ടിദോഷം ബാധിച്ചു എന്ന് പറയാം. കണ്ണ് കെട്ടി ചുറ്റിലും നെഗറ്റീവ് എനർജികൾ ഇവരെ അന്ധകാരത്തിലാക്കി, ഇവരെ ഒന്നും കാണാനോ കേൾക്കാനോ പറ്റാത്ത വിധത്തിൽ ഇവരെ തളച്ചിട്ടൊരവസ്ഥ. ആ ഒരു അവസ്ഥയിലാക്കി ഈ സന്തോഷമുള്ള ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തിയെ
ഈ രീതിയിൽ ആക്കിക്കളഞ്ഞു. അതാണ് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതി ബ്ലാക്ക് മാജിക് എഫക്റ്റീവ്. രണ്ട് കാർഡ് ഒരു ഈ ഇതിലും അങ്ങനെ തന്നെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സന്തോഷമുള്ള ജീവിതം അവർ ആഗ്രഹിക്കുന്നത്, പക്ഷേ ഇത്തരം കാര്യങ്ങളാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരെ മുന്നോട്ടുള്ള ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഈ ബ്ലാക്ക് മാജിക്കായ കാര്യം അല്ലെങ്കിൽ നെഗറ്റീവായ കാര്യം, ദൃഷ്ടിദോഷം, മറ്റുള്ളവരുടെ കണ്ണീര്, പ്രാക്കൽ, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സന്തോഷത്തിലേക്ക് കടക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് അവർ ഒരുപാട് ദുഃഖത്തിലാണ്, ദുഃഖിതനായിട്ട് കിടക്കുന്ന ഒരു ദുഃഖിതയായിട്ട്, അല്ലെങ്കിൽ സ്ത്രീയായാലും പുരുഷനായാലും അങ്ങനെ ഒരു വിഷമാവസ്ഥയിൽ കൂടിയാണ് ഈ വ്യക്തി കടന്നു പോകുന്നത്. ഈ കാരണം കൊണ്ടാണ് ആ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്തത്. ഒന്ന് ഈ ബ്ലാക്ക് മാജിക് എഫക്റ്റീവ്, ദൃഷ്ടിദോഷം, മറ്റുള്ളവരെ കണ്ണീർ, അസൂയ, സ്നേഹമായിട്ട് ഒരു സ്നേഹത്തോടെയുള്ള ജീവിതം, മറ്റുള്ളവർ കൂടെ നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ ഫ്രണ്ട്സിനാകാം, റിലേറ്റീവ്സിനാവാം, ജോലി സ്ഥലത്താകാം. അപ്പോൾ ഈ സന്തോഷകരമായ ജീവിതം കണ്ട് അസൂയപ്പെടുന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ വരുന്നത്. അപ്പോൾ ഈ നല്ലൊരു ജീവിതം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് ഒരുപാട് ദുഃഖിക്കുന്ന ഒരു വ്യക്തിയെ കാണും. ഉറക്കം വരെ നഷ്ടപ്പെട്ടു ആ വ്യക്തിക്ക് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റിവേഴ്സാണ് വന്നത്, ഏസ് ഓഫ് കപ്സ് റിവേഴ്സാണ് വന്നത്. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ നഷ്ടപ്പെട്ടു പോയ കാര്യം, ഇത്രയും കിട്ടിക്കൊണ്ടിരുന്ന ഇത്രത്തോളം ഹൃദയം മുഴുവൻ സ്നേഹം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി, കിട്ടിയ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ വേദനയിലാണ് ഈ വ്യക്തി. ഇപ്പോൾ ആ വേദന അനുഭവിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ വ്യക്തിക്കുള്ളത്. ഇത്രയും നിറഞ്ഞു തുളുമ്പുന്ന ഒരു സ്നേഹമാണല്ലോ എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് ആലോചിച്ച് ഒരുപാട് ദുഃഖിക്കുന്നു എന്നാണ് കാണുന്നത്. അവർക്ക് ആ വിഷമം താങ്ങാൻ കഴിയുന്നില്ല. അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടൊരവസ്ഥ. ഇങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ച് സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു 6 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. 8 ഓഫ് പെൻഡിക്കിളാണ്. അപ്പോൾ 6 ഓഫ് സോഡ് ചിലപ്പം ഈ വ്യക്തിക്ക് ജോലി സംബന്ധമായ ഓഫറുകളൊക്കെ വന്നിട്ടുണ്ടാകും. വിദേശത്തേക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ ഓഫർ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ തയ്യാറെടുപ്പിൽ നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിട്ട് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വിദേശത്തൊക്കെ ഒരു ജോലിക്കുള്ള ഓഫർ, അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ ആ ജോലിയുടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് ഏതോ തരത്തിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്ന വ്യക്തിയെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് അവരിപ്പോൾ എങ്ങനെ മുന്നോട്ട്, ഇപ്പോൾ അവർ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് അവർക്കൊരു ലക്ഷ്യം നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം നോക്കി പോകണം. ചിലപ്പം ജോലി സംബന്ധമായും, ചിലപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ മാറി താമസിക്കുക, ചിലപ്പം ദൂര സ്ഥലത്തുള്ളവർ നാട്ടിലേക്ക് വരുന്ന വ്യക്തികളാവാം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വ്യക്തികളാകാം. അപ്പോൾ പല വേദനിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഒന്ന് മനസ്സ് മാറി ഒരു സമാധാനത്തിലുള്ള ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ജോലി സംബന്ധമായ ഒരു ട്രാൻസ്ഫറൊക്കെ കിട്ടി പോകുന്നതും ആകാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഏത് രീതിയിലായാലും ഒരുപാട് ദുഃഖത്തോടെയാണ് പോകുന്നത്. അത് എങ്ങോട്ട് പോവുകയാണെങ്കിലും. ജോലി ഇല്ലാത്ത കാരണം കൊണ്ട്, ചിലപ്പോൾ സാമ്പത്തികം ഉണ്ടാകും, ജോലി ഇല്ലാത്ത കാരണം കൊണ്ടായിരിക്കും ഇപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാത്തത്. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ നിങ്ങളിലേക്ക് വരണമെങ്കിൽ സാമ്പത്തികം വേണ്ടി വരും. ഒരു കുടുംബം നല്ലൊരു ജീവിതത്തിന് വേണ്ടി സാമ്പത്തികം, ജോലിയൊക്കെ വേണ്ടി വരുമ്പോൾ അതിൻ്റെ ശ്രമത്തിലുള്ള നിൽക്കുന്ന വ്യക്തികളും ഉണ്ടാകും. അപ്പോൾ ഏസ് ഓഫ് വാൻസിൻ്റെ എനർജി മെജീഷ്യനും കൂടിയാണ് വന്നിട്ടുള്ളത് ഇവിടെ. അപ്പോൾ ഏസ് ഓഫ് വാൻസ് ഒരു കൃത്യമായ തീരുമാനം അവരെടുക്കുന്നുണ്ട്. ഒരു കൃത്യമായ കാര്യം, അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം അവർ തീരുമാനിച്ചു. ചിലപ്പോൾ അത് ഒരു പുതിയ ജോലിയിൽ കയറുന്ന തീരുമാനമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. അതിനുവേണ്ടി ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട്. അതിനുള്ള ഇൻട്യൂഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെ മുന്നോട്ടേക്ക് പോകണം അതിനുവേണ്ടി അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ പല കഴിവുകളുള്ള വ്യക്തിയാണ്. അവർ പല നല്ല ഓർമ്മകൾ അവരുടെ ജീവിതത്തിലുണ്ട് നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു മാജിക് അവർക്ക് അത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു,
എത്രത്തോളം ഒരു സ്പെഷ്യലായിരുന്നു നിങ്ങളെന്ന് അവരിപ്പോൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനല്ലാത്ത വ്യക്തികൾക്ക് ജീവിതത്തിൽ പുതിയ അവർ ആഗ്രഹിക്കുന്ന, ചിലപ്പോൾ ജോലിക്ക് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് ഒരു പുതിയ ജോലി വരുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത് കൂടുതലായിട്ടും ഒരു ദൂര സ്ഥലത്തായിരിക്കും. ചിലപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ദൂര സ്ഥലത്തുള്ള ഇങ്ങോട്ട്, അങ്ങനെ ഏതോ ഒരു തരത്തിലുള്ള യാത്രയും ജോലിയും ഒരു ട്രാൻസ്ഫറൊക്കെ കിട്ടിയിട്ട് മാറുന്നതോ അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു പുതിയ തീരുമാനമെടുത്ത് കഴിഞ്ഞതൊക്കെ മാറി പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തിയാണ് കാണുന്നത്. അപ്പോൾ അവർ റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുക്കാത്തത്, ഒന്ന് അവരുടെ ഇടയിൽ ബ്ലാക്ക് മാജിക് സംഭവിച്ച വ്യക്തികളുണ്ട്, ഒരു ദൃഷ്ടിദോഷം, കണ്ണേറ്, പ്രാക്ക അങ്ങനെയൊക്കെ സംഭവിച്ച വ്യക്തികളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകൾ, സാഹചര്യം, ഫാമിലി ഇഷ്യൂസ്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആകെ വിഷമത്തിലിരിക്കുന്ന വ്യക്തിയായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളും ഉണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഒരു ജോലിയൊക്കെ കിട്ടിയ ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളെ തമ്മിൽ ഒരു നല്ല ജീവിതം ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് വ്യക്തികൾ ഉള്ളതായിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. നല്ലൊരു ജീവിതം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഈ വ്യക്തി. പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്ന ഒരുപാട് പേര് ചുറ്റിലും ഉള്ളതായിട്ടാണ് കാണുന്നത്. ആ സന്തോഷം അവർ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ തമ്മിലുള്ള സന്തോഷം അവർ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ആക്ഷൻ എടുക്കാൻ താമസിക്കുന്നത്. ഒരു 2 of Wands എനർജിയും ഒരു എംപററുമാണ്. ജീവിതത്തിൽ ഏതോ ഒരു 2 കാര്യത്തിന് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഏതാ മുന്നോട്ട് ചെയ്യേണ്ടത് ആ ഒരു തീരുമാനത്തിലാണ്. അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ സ്റ്റേജിൽ കൂടെ പോകുന്നതായിരിക്കും. എന്താ ചെയ്യുക, 2 കാര്യങ്ങളുണ്ടാവും ജീവിതത്തിൽ. അത് ജോലി സംബന്ധമാകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാകാം, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാര്യമാകാം. ഏത് രീതിയിൽ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് സ്ട്രഗ്ലിങ് അനുഭവിക്കുന്നതായിരിക്കും. എന്താ ചെയ്യേണ്ടത്? അപ്പം ഇത്രയും പവറും പദവിയും ഒക്കെ ഉണ്ടായിട്ടും ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖം നേരിടാൻ കഴിയുന്നില്ല. ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ കൂടെ പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അത് ഏത് രീതിക്ക് പോകണം എന്ന് മനസ്സിലാകും. ചിലപ്പോൾ എബ്രോഡൊക്കെ ജോലി കിട്ടി പോകണം. അപ്പോൾ ചിലപ്പോൾ വേറെ 2 സ്ഥലത്ത് ജോലി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിലേതാ വേണ്ടത് തീരുമാനിച്ചു. ചിലപ്പോൾ ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിൽ 2 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിലേതാ തീരുമാനിക്കേണ്ടത്. അങ്ങനെ പല ഓപ്ഷൻസ്, ഏതൊക്കെയോ 2 കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് ജീവിതം ഒരു നല്ല രീതിക്ക് മുന്നോട്ട് പോകണോ വേണ്ടയോ, അപ്പോൾ ആ ഒരു തരത്തിലും ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏതാ തീരുമാനമെടുക്കേണ്ടത്, ഇതുമായിട്ട് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ ഇത് നിർത്തി പോകണോ, അങ്ങനെയും തീരുമാനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ 2 തീരുമാനങ്ങൾ. അപ്പോൾ അതിൽ എന്താണ് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ പവർ ഉണ്ടെങ്കിലും അവർ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണെന്നാണ് ഇവിടെ കാണുന്നത്. 2 of Wands. പക്ഷേ എല്ലാത്തിനും ഒരു ഉത്തരം കിട്ടും അവർക്ക്. അവർ നന്നായി പ്രാർത്ഥിക്കുന്ന ഒക്കെ സമയമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ടേക്കുള്ള ഉയർച്ചയെ പറ്റി അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഏത് രീതിയിൽ മുന്നോട്ട് പോകണം അത് തിരഞ്ഞെടുക്കാനുള്ള ഒരു പക്വത ഇപ്പോൾ വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ അവർ കൺഫ്യൂഷൻ ആയിരുന്നെങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ അവർ തീരുമാനം എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ തീരുമാനം ഒരു ഉറച്ച തീരുമാനമാണ്. അപ്പോൾ എടുക്കുന്ന തീരുമാനം ഏതായാലും അത് ഏത് തീരുമാനമാണോ ഇപ്പോൾ എടുക്കുന്നത് അതൊരു ഉറച്ച തീരുമാനമായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ എംപററിൻ്റെ എന്താ പറയുക, അത്രയ്ക്ക് പവറുള്ള ആളാണിത്. ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പവറുള്ള 2 എംപററാണ് വന്നത്. അത്രയ്ക്ക് പവറുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവരെ ഈഗോ വിട്ട് ഒരിക്കലും കളിക്കില്ല. അവർ ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. അവർ ഒരു തരത്തിലും താന്നു തരാൻ തയ്യാറല്ല ഈ വ്യക്തി.
അവരുടെ മുന്നിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ വന്ന് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒന്നുകിൽ ജോലിയുടെ കാര്യമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ വിദേശത്ത് ജോലി കിട്ടിയിട്ടുണ്ടാവും, അപ്പോൾ അത് പോകണോ, അല്ലെങ്കിൽ വേറെ അടുത്ത എവിടെയെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടാവും, അപ്പോൾ അങ്ങനെ പോകണം തീരുമാനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ജീവിത സാഹചര്യവുമായിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീരുമാനം എടുക്കണോ എന്ന് രണ്ട് കൺഫ്യൂഷൻ സ്റ്റേജ് നിൽക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും അവരുടേതായ തീരുമാനം അവരെടുക്കുന്നുണ്ട്. അത് അവരുടെ ഉയർച്ചയ്ക്കുള്ള തീരുമാനമാണ്. അത് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ തീരുമാനം നിങ്ങളുമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണോ എന്ന് നോക്കാം. എടുക്കുന്ന തീരുമാനം നിങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെന്ത് ഈഗോയിസ്റ്റിക് ആണെങ്കിലും അവരെടുക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹത്തിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എന്ന് നോക്കാം. Please guide me, universe. Three of Swords റിവേഴ്സ് ആണ് വന്നത്. അത് സന്തോഷമുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് അത് ഒരു വേദനയ്ക്ക് രണ്ടെണ്ണം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, ചില ആളുകൾക്ക് അത് മാനസികമായിട്ട് ചിലപ്പോൾ ഒഴിവാക്കണമെന്ന് തീരുമാനിക്കുന്നതായിരിക്കും. ചില ആളുകൾക്ക് അത് സന്തോഷത്തിലേക്കാണ് പോകുന്നത്. ഒരുപാട് സന്തോഷം അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. ചില വ്യക്തികൾ അത് ഒഴിവാക്കണം തന്നെ തീരുമാനിക്കുന്ന വ്യക്തികളുടെ, വേണ്ട എന്ന് വിചാരിക്കുന്ന വ്യക്തികൾക്ക് ആ രീതിയിൽ തന്നെ പോകുന്നു എന്നാണ് കാണുന്നത്. ഇത് റിവേഴ്സാണ് വന്നത്, 3 of Swords. അപ്പം ആഗ്രഹിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. എന്ത് തീരുമാനമാണോ ആഗ്രഹിക്കുന്നത്, അവരുടെ മനസ്സിലുള്ള സന്തോഷം, അവർ ഏത് കാര്യത്തിനാണ് ഇപ്പോൾ വേദനിച്ചു കൊണ്ടിരിക്കുന്നത്, അതിനൊരു മാറ്റം, ആ ഒരു മാറ്റം സന്തോഷത്തിലേക്കുള്ളതെന്നാണ് കാണുന്നത്. ഞാൻ പെട്ടെന്ന് ആദ്യത്തെ റീഡിങ്ങിൽ തന്നെ 3 of Swords നേരെയുള്ളതെന്ന് പറഞ്ഞു പോയി. അപ്പം അതല്ല, ഇത് റിവേഴ്സ് വന്നതുകൊണ്ട് അവർ എല്ലാ വേദനയും ഒഴിവാക്കി സന്തോഷമുള്ള ഒരു കാര്യത്തിലേക്കാണ് അവർ തീരുമാനമെടുക്കുന്നത് എന്നാണ് സാധിക്കുന്നത്. ചിലപ്പോൾ അതിന് ഒരു കാത്തിരിക്കും 3 മാസമോ അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എടുക്കുന്ന തീരുമാനം സന്തോഷമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ നിങ്ങളിലേക്ക് ആ വ്യക്തി വരും എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോ വരുന്നതിനെ കാത്തിരിക്കുക. ബൈ.